ഇനി നമുക്കൊരു കുഞ്ഞ് പരീക്ഷണം ചെയ്ത് നോക്കാം. എൻ്റെ കയ്യിൽ ഇതുപോലത്തെ കുറച്ച് വൈറ്റ് ബീഡ്സും ഉണ്ട്. പിന്നെ ഇതുണ്ടല്ലോ നമ്മൾ ഹാങ്ങിങ്സ് ഒക്കെ കിട്ടുമ്പോൾ വേസ്റ്റ് വരുന്ന പീസാണ്. അപ്പൊ നമ്മൾ ഫ്യൂസ് വയറിന്റെ വേസ്റ്റ് എടുത്തിട്ട് ഫസ്റ്റ് ഇതുപോലെ ഒന്ന് മടക്കി കൊടുത്തിട്ട് ഒരു സൂചി എന്തെങ്കിലും വെച്ചിട്ട് അതുപോലെ ഒന്ന് ചുറ്റി കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് നമ്മുടെ കയ്യിലുള്ള കുഞ്ഞ് ബീഡും കൂടെ ഇട്ട് കൊടുക്കുക. അത് വൈറ്റ് പേളാണ്. എന്നിട്ട് അപ്പുറത്തെ ഭാഗം ഇതുപോലെ തന്നെ ഒന്ന് മടക്കിയിട്ട് ആ സൂചി വെച്ചിട്ട് തന്നെ ജസ്റ്റ് ഒന്നുകൂടെ ഒന്ന് തിരിച്ചു കൊടുക്കുക. അപ്പൊ ഇതുപോലെ ലോക്കായിട്ട് കിട്ടും. എന്നിട്ട് അതിൽ വേസ്റ്റ് വരുന്ന ഭാഗം കട്ട് ചെയ്ത് ഒഴിവാക്കുമ്പോൾ ഇത് അതുപോലെ ഒരു കുഞ്ഞ് ബീഡ് നമുക്ക് കിട്ടും. എന്നിട്ട് അതിന്റെ ഉള്ളിലൂടെ വേറൊരു വയറും കൂടെ എടുത്തിട്ട് അതുകൂടെ കടത്തി കൊടുക്കുക. പിന്നെ നേരത്തെ ചെയ്ത പോലെ തന്നെ ഒരു ബീഡ് ഇട്ട് കൊടുക്കുക. ബാക്കി വരുന്ന ഭാഗം അതുപോലെ ചുറ്റി കൊടുക്കുക. അപ്പൊ സംഭവം ഇപ്പൊ ഞാൻ പറഞ്ഞ ചിലപ്പോൾ നിങ്ങൾക്ക് ഒന്നും മനസ്സിലായില്ലെങ്കിൽ ഇത് കണ്ടപ്പോൾ മനസ്സിലായി ഉണ്ടാവുമല്ലോ. ഇനി പ്രോസസ്സ് അങ്ങോട്ട് കണ്ടിന്യൂ ചെയ്ത് കൊടുക്കുക. ഒരു വയർ എടുക്കുക, അത് അതിന്റെ ഉള്ളിലൂടെ കടത്തി കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് ഒരു മുത്തിട്ട് കൊടുക്കുക. ലാസ്റ്റത്തെ ഭാഗം അതുപോലെ ഒന്ന് ചുറ്റി കൊടുക്കുക. പിന്നെ ഇത് ഞാൻ എന്താ ഉണ്ടാക്കണമെന്ന് പറഞ്ഞില്ലല്ലോ. ഞാൻ ഇപ്പോൾ ഇത് ബോൾ ചെയിൻ ആണ് ഉണ്ടാക്കണത്. ഇത് വെറും ഒരു പരീക്ഷണം മാത്രമേ പിന്നെ സക്സസ് ആയി. അപ്പൊ നിങ്ങൾക്ക് കൂടെ ഒന്ന് കാണിച്ചു തരാന്ന് വിചാരിച്ചു. ശരിക്കും ഇത് വെച്ചിട്ടൊന്നല്ല ഉണ്ടാക്കുക. നമുക്ക് തിന്നായിട്ടുള്ള കോപ്പർ വയർ വാങ്ങിക്കാൻ കിട്ടും. അത് വെച്ചിട്ടാണ് ഉണ്ടാക്കുക. അതിനെ കൊണ്ടാണ് ഞാൻ ആദ്യമേ പറഞ്ഞത് ഇത് വെറും ഒരു പരീക്ഷണമാണ് എന്ന്. എന്തായാലും വേസ്റ്റ് പീസ് വെച്ചിട്ട് നമുക്ക് നല്ലൊരു ബോൾ ചെയിൻ ഉണ്ടാക്കാൻ കഴിഞ്ഞു. ഇതിലിപ്പോ ഒരെണ്ണം കടയിൽ നിന്ന് വാങ്ങിച്ചത്, ഒരെണ്ണം ഇപ്പൊ നമ്മൾ ഉണ്ടാക്കിയതുമാണ്. ഇതാണ് കടയിൽ നിന്ന് വാങ്ങിച്ചത്. അപ്പൊ എങ്ങനെയുണ്ട് സംഭവം?